ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളതിൽ ഈസ്റ്റോ ഇനോയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ തേങ്ങ വെള്ളം ചേർത്തിട്ടില്ല. അതൊന്നും ചേർക്കാതെ ഉഴുന്നും ഒന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാലപ്പമാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു പാലപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ മക്കൾ സ്കൂൾക്ക് ലഞ്ച് ബോക്സിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്ന മക്കളുണ്ടെങ്കിൽ അവർക്കാണെങ്കിലും ഒത്തിരി ആയിട്ട് ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാലപ്പം എങ്ങനെ ഉണ്ടാക്കുക നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് തന്നെ നമ്മൾ ഇതുപോലെ നമുക്കൊരു പാലപ്പം പോലെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെറിയ കുട്ടി കുട്ടി അപ്പം ഉണ്ടാക്കുമല്ലോ, നമ്മൾ ആ രീതിയിൽ ഉണ്ടാക്കുക കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ അതിരിക്കുന്നത്, കണ്ടല്ലോ. ഇതുപോലെ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചരി ഞാനിതാ 2 മണിക്കൂർ കുതിർത്തിട്ടുള്ളതാണ്. അപ്പോൾ 2 മണിക്കൂറൊക്കെ മതി കേട്ടോ പച്ചരി ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പച്ചരി നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കാം. അപ്പോൾ മുഴുവൻ വെള്ളം കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ടും വെള്ളം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം നമ്മുടെ അരിയിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം കൂടി പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഞാൻ കളഞ്ഞു കേട്ടോ. ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു അരക്കപ്പ് ഉണ്ടെങ്കിൽ അരക്കപ്പ് ചേർക്കാം, ഇല്ലെങ്കിൽ ഒരു 1/4 കപ്പ് തന്നെ മതിയാകും കേട്ടോ. തേങ്ങ ചെരുവിയതും അതുപോലെ തന്നെ 1/4 കപ്പ് ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു കപ്പിൻ്റെ അളവിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ 1/4 കപ്പ് എന്നുള്ളത്. തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് വരെയൊക്കെ എടുക്കാം. അതിലേക്ക് ഞാനിതാ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പാലപ്പത്തിന് ഒരു പ്രത്യേക സ്വാദൊക്കെ ഉണ്ടാവും കേട്ടോ. എന്ന് വെച്ചിട്ട് മധുരമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കുക. അപ്പോൾ ഈ ഒരു തേങ്ങയും അതുപോലെ തന്നെ ആ ഒരു തേങ്ങാപ്പാലൊക്കെ നമ്മളുടെ ഈ ഒരു ഇങ്ങനെ തിരുമ്മി എടുക്കുന്നതിൽ തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി വന്നിട്ട് സെറ്റാവും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിരുമ്മി യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് 2 തവണയായിട്ട് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് 2 തവണയായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ പകുതി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാനിതാ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്ക് അടുത്തത് അരയ്ക്കുന്ന സമയത്ത് വെള്ളം നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇത് അരച്ചെടുക്കട്ടെ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ആദ്യം അരച്ചിട്ടുള്ളത് നല്ലോണം കട്ടിയുണ്ട്. അപ്പോൾ ഇത്രത്തോളം കട്ടി വേണ്ട കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് അരയ്ക്കുന്ന സമയത്ത് ഇത്തിരി വെള്ളം കൂടെ കൂട്ടിയിട്ട് അരയ്ക്കാം. അപ്പോൾ ഞാൻ അടുത്തതും കൂട്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനൊരു പാത്രം ഒന്ന് കഴുകിയിട്ട് അതിൽ അരിയും ആ തേങ്ങാപ്പാലും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുവട്ടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വെള്ളം കൂട്ടിയിട്ട് അരയ്ക്കണ്ട. ലാസ്റ്റ് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകാനും ഒക്കെ നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് പാകമായിക്കോളും. ആദ്യം തന്നെ ഒത്തിരി വെള്ളമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പാലപ്പം റെഡി ആവില്ല കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് കട്ടിക്ക് അരച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ വെള്ളം പാകാക്കി എടുത്താൽ മതി. ഒത്തിരി അങ്ങോട്ട് കട്ടിയും വേണ്ട, അതുപോലെ തന്നെ വല്ലാണ്ട് ലൂസായിട്ട് പോകരുത് കേട്ടോ. അപ്പോൾ എനിക്കിതാ ഞാൻ ഈ ഒരു മാവ് 2 അരപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുമ്പോൾ മാവ് കട്ടിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ആ മിക്സിയുടെ ജാറിലത്തെ മാവ് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് വടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടെ നമ്മുടെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ആദ്യം തവി വെച്ചിട്ട് തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു തവി മാറ്റിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതാ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് അരയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതുപോലെ കൈവച്ച് മിക്സ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തോ ഉപ്പ് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മൾ ഈ ഒരു മാവ് കൂട്ടി വെക്കുമ്പോൾ തന്നെ ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു എടുത്ത പാത്രം കുറച്ച് ചെറുതായി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾ വരെ നമുക്കൊന്ന് പൊങ്ങി വരും. നമ്മൾ ഉഴുന്നും ഈസ്റ്റും ഒക്കെ വെച്ച് ചെയ്യുന്ന പോലെ നിറഞ്ഞ് കവിഞ്ഞ് പോവൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് രാത്രിയിലാണ് അരച്ച് വെച്ചിട്ടുള്ളത്.
ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് രാവിലെയാണ് കേട്ടോ. 2 മണിക്കൂറാണ് അരി നമ്മൾ കുതിർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് കിടക്കാൻ നേരമാണ് നമുക്ക് ഇത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ രാവിലെയാണ് ഞാൻ കാണിക്കുന്നത്. മാവ് കണ്ടല്ലോ അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉഴുന്ന മാവ് പോലെ പൊങ്ങി പുറത്തേക്ക് പോകുന്നില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മളിതിൽ ഈസ്റ്റും മീനോയും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. തേങ്ങാവെള്ളം പോലും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല, അതുപോലെ കപ്പി കാച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ മാവ് എത്രത്തോളം പൊങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കണ്ടോ നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവ് വല്ലാണ്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് വെള്ളം പോലെ ആക്കരുത് കേട്ടോ. നമ്മൾ ഉപ്പ് ഓൾറെഡി ചേർത്തതുകൊണ്ട് തന്നെ ഇനി വല്ലാണ്ട് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ഇളക്കി കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പതുക്കനെ, അത്രയും മതിയാകും കേട്ടോ. പൊങ്ങി വന്നതൊക്കെ താഴ്ന്നു പോയിട്ട് ലൂസാക്കരുത്, അപ്പോൾ പാലപ്പത്തിൽ ഹോൾസൊക്കെ വന്നിട്ട് റെഡി ആവില്ല. അപ്പോൾ ഞാനിതാ ഒരു അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. കണ്ടല്ലോ നമ്മുടെ പാലപ്പം കണ്ട നല്ല അടിപൊളിയായിട്ട് തന്നെ നിറയെ ഹോൾസൊക്കെ വന്നിട്ട് സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുള്ള ആ ഒരു അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു അപ്പം ഇപ്പോൾ വെള്ളപ്പം പാലപ്പൊക്കെ നമുക്ക് നല്ല മൊരിയിപ്പിച്ച് കഴിക്കുന്നവരുണ്ട്, അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ വല്ലാണ്ട് അരികൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം എന്നാണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കൂടി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ അത്രയും കൊണ്ട് മൊരിയിപ്പിക്കുന്നില്ല കേട്ടോ. ഞാൻ ഒരുപാട് മൊരിയിപ്പിക്കാണ്ടാണ് അപ്പം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്തതും ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ചുറ്റിച്ച് കൊടുക്കുന്ന സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ഒരു പാന് പെട്ടെന്ന് തന്നെ ചൂട് ഓവറായിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിച്ച ശേഷം ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കുക, എന്നിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മൂടി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളുടെ രണ്ടാമത് ഒഴിച്ചു കൊടുത്തതും ഇത് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അരികിതാ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ കളറൊക്കെ ഒന്ന് മാറി ഇപ്പോൾ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറൊക്കെ ആക്കിയിട്ട് എടുക്കുമല്ലോ പാലപ്പത്തിൻ്റെ അരികൊക്കെ. അപ്പോൾ അത്രയും ആക്കിയിട്ടില്ല എന്നുള്ളൂ, എന്നാലും അതിൻ്റെ അരികൊക്കെ ഒന്ന് മൊരിഞ്ഞ് നല്ല സോഫ്റ്റാണ് അതിൻ്റെ നടുഭാഗമൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ. മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എഗ് റോസ്റ്റോ എന്ത് കറിയാണെങ്കിലും ഇതിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ അതുമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ പാലപ്പം ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസിൽ പുതിയതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഈസ്റ്റ് ചേർക്കാണ്ടൊക്കെ ഉള്ള ഒരുപാട് റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കണ്ട് നോക്കുക. അതുപോലെ തന്നെ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറന്നു പോവല്ലേ. അപ്പോൾ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മാവ് കൊണ്ട് തന്നെ കണ്ടോ ഞാനിതുപോലെ കുട്ടി അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഉണ്ടാക്കുക, നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു പാലപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.